ഇന്നലെയും നമ്മൾ വിചാരിച്ചത് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ്, അത് പാർട്ടി മുഖവിലേക്ക് എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പാർട്ടി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. ആറ്റിങ്ങൽ MP ശ്രീ അടൂർ പ്രകാശിൻ്റെ താല്പര്യമാണ് ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ഇവിടെ പ്രമുഖരായിട്ടുള്ള എല്ലാ സാമുദായിക അംഗങ്ങളുമുണ്ട് ദളിത് വിഭാഗത്തിലെ. ആ വിഭാഗത്തിലെ ഒരാളെ പോലും സ്ഥാനാർത്ഥിയാകാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ MP ഒരു താല്പര്യം, MP പറയുകയാണ് ഇദ്ദേഹത്തിന് മാത്രമേ മത്സരിപ്പിക്കാവൂ എന്ന് പറഞ്ഞാൽ ആ ദുഷ്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ ജില്ലയിലെ ദളിത് നേതാക്കന്മാർ തയ്യാറല്ല. അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ദളിത് നേതാക്കന്മാരല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാരാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി, ദളിത് കോൺഗ്രസിലെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അടക്കമുള്ളവരാണ് DCC ഭാരവാഹി. അതിലുള്ളവർ എല്ലാവരുമാണ് ചർച്ചയ്ക്കിരുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം ഇനിയെങ്കിലും നമ്മുടെ വാക്കുകൾക്ക് മുഖവില കൊടുത്തില്ല എങ്കിൽ മറ്റുള്ള മുഴുവൻ സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാകും. അത് നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ശ്രീ മനോജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ അരുവിക്കരയാണ് നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളും സമാന ചിന്താഗതിയായിട്ടുള്ള ആളുകളുമായും പ്രസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഒരു കാരണവശാലും പട്ടികജാതിക്കാരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദുഷ്ടൂരത്തിന് ഈ പാർട്ടി വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരിഞ്ച് ഇതൊന്നും പുറകോട്ട് പോകില്ല.